കേരള രാഷ്ട്രീയം ഇന്ന് അപ്രതീക്ഷിതമായ ഒരു ട്വിസ്റ്റിന് സാക്ഷ്യം വഹിച്ചിരിക്കുകയാണ്. പുതുപ്പള്ളി മണ്ഡലത്തിലെ ഇലക്ഷൻ പ്രചാരണത്തിന്റെ ഭാഗമായി പാമ്പാടിയിൽ നടന്ന സമ്മേളനത്തിൽ ആണ് രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവന ഉണ്ടായത്. UDF അധികാരത്തിലേക്ക് വരുമ്പോൾ കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു വനിതാ മുഖ്യമന്ത്രി ഉണ്ടാകും. സംസ്ഥാനത്തെ തന്നെ സകല രാഷ്ട്രീയ ചർച്ചകളെയും മാറ്റുവാൻ കഴിയുന്ന പ്രസ്താവന ആണിത്. ആ പ്രസംഗം ഒന്ന് കേട്ടു നോക്കാം. Our job is to protect the people of Kerala. ഞങ്ങളുടെ ജോലി, ഞങ്ങളുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് കേരളത്തിലെ ജനങ്ങളെ സംരക്ഷിക്കുക എന്നതാണ്. To protect the weaker sections of Kerala. കേരളത്തിലെ ജനങ്ങളുടെ ദുർബല വിഭാഗങ്ങളെ സംരക്ഷിക്കുക I എന്നുള്ളതാണ്. spoke to you about rubber workers and rubber farmers. ഞാൻ നിങ്ങളോട് റബ്ബർ കർഷകരെ കുറിച്ച് സംസാരിച്ചു. And I see there are many ladies and women in the crowd. എനിക്കറിയാം ഈ ജനക്കൂട്ടത്തിനിടയിൽ ധാരാളം സ്ത്രീകളുണ്ടെന്ന് എനിക്കറിയാം. We want you to be participants in Kerala. കേരളത്തിന്റെ വികസനത്തിൽ കേരളത്തിൽ നിങ്ങൾ ഇവിടുത്തെ സ്ത്രീകൾ പങ്കാളികളാകണമെന്ന് ഞങ്ങൾ In ആഗ്രഹിക്കുന്നു. fact, I'm looking forward to the day when we have a woman chief minister of Kerala. ഞാൻ മുന്നോട്ട് നോക്കുകയാണ്. കേരളത്തിൽ ഒരു വനിതാ മുഖ്യമന്ത്രി ഉണ്ടാകുന്ന ദിവസത്തിലേക്ക് ഞാൻ ഉറ്റുനോക്കുകയാണ്. See, the men are not clapping so loudly. നിങ്ങൾ നോക്കി, ഇവിടെ നിൽക്കുന്ന പുരുഷന്മാരെ വളരെ ശക്തിയായിട്ട് കൈയടിക്കുന്നില്ല. ഞാനത് പറയും. Women are clapping loudly. അവിടെയുള്ള സ്ത്രീകളാണ് നല്ല ശക്തിയായിട്ട് കൈകൊട്ടുന്നത്, ഉറക്കെ So we കൈകൊട്ടുന്നത്. want the women of Kerala to be able to fulfill their dreams. കേരളത്തിലെ സ്ത്രീകൾ അവരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ കേരളത്തിലെ സ്ത്രീകൾക്ക് കഴിയണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. Whatever they want to do, we want them to succeed. നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ ആഗ്രഹമുണ്ടോ അതൊക്കെ നിങ്ങൾ വിജയകരമായി ചെയ്യണമെന്ന് ഞങ്ങൾ Whatever job they want to do, wherever they want to go, we want to allow them. നിങ്ങൾക്ക് എന്തൊക്കെ ജോലി ചെയ്യണമോ, എന്തൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹിക്കോ അതൊക്കെ ചെയ്യാൻ അവരെ സജ്ജീകരിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഇതുവരെ ചർച്ചകളിൽ ഏറ്റവും അധികം ചോദ്യങ്ങൾ ഉയർന്നിരുന്ന ഒരു വിഷയം UDF സർക്കാരിലെ മുഖ്യമന്ത്രി സ്ഥാനത്തെ കുറിച്ചായിരുന്നു. പ്രധാന നേതാക്കളുടെ പേരുകൾ ചർച്ചയാവുകയും ഇവർ തമ്മിൽ അധികാര കസേരയ്ക്ക് വേണ്ടിയുള്ള പിടിവലി ഉണ്ടെന്നുമുള്ള ചിത്രം നിലനിന്നിരുന്നു. എന്നാൽ ഒരൊറ്റ പ്രസ്താവന കൊണ്ട് ആ ചർച്ചകളെയെല്ലാം വഴിമാറ്റിയിരിക്കുകയാണ് രാഹുൽ ഗാന്ധി. ഇനിയുള്ള ചോദ്യം ആരാണ് ആ വനിത എന്നാണ്. ഇത് വെറും ഒരു പ്രസ്താവന മാത്രമല്ല, കേരളത്തെ രാഷ്ട്രീയ സ്ഥിതിയെ മാറ്റിമറിക്കുന്ന നീക്കം കൂടിയാണെന്ന് വിലയിരുത്താം. രാഷ്ട്രീയ പ്രചാരണത്തിന് പുത്തൻ ഊർജവും വോട്ടർമാരിൽ വലിയ ആകാംക്ഷയും വളർത്തിയെടുക്കുവാനും കോൺഗ്രസിൽ അഭ്യന്തര പ്രശ്നങ്ങൾ ഉണ്ടെന്ന ചർച്ചകളിൽ നിന്ന് പുതിയ ആശയത്തിലേക്ക് നീക്കുവാനും കഴിയുന്ന വലിയൊരു പ്രസ്താവനയാണിത്. ഈ ഒരു വാഗ്ദാനം രാഷ്ട്രീയം മാത്രമല്ല, അത് ചരിത്രപരം കൂടിയാണ്. ഈ പ്രഖ്യാപനത്തിന് സ്ത്രീ വോട്ടർമാരെയും യുവാക്കളെയും അഭ്യസ്ത വിദ്യരായ ജനവിഭാഗത്തെയും മാറ്റം ആഗ്രഹിക്കുന്ന ആളുകളെയും പുരോഗമന ആശയമുള്ള വോട്ടർമാരെയും വ്യക്തമായി സ്വാധീനിക്കാൻ കഴിയുമെന്നുള്ളത് തീർച്ചയാണ്. ജനങ്ങൾ ഈ തിരഞ്ഞെടുപ്പിനെ ഇതോടെ കൂടുതൽ വൈകാരികമായിട്ടായിരിക്കും സമീപിക്കുക. കേരള രാഷ്ട്രീയത്തിലെ ഒരു പുതിയ അധ്യായം കൂടിയായിരിക്കും ഇത്. ഇനിയുള്ള ചോദ്യം ആരാണ് ആ വനിതാ മുഖ്യമന്ത്രി എന്നാണ്. പ്രവൃത്തി പരിചയമുള്ള ഒരു സീനിയർ ജനപ്രതിനിധിയെ തന്നെ ആയിരിക്കും പരിഗണിക്കുക. അത് ആരാണെന്ന് പ്രഖ്യാപിച്ചിട്ടില്ലാത്ത സ്ഥിതിക്ക് അത് ആരാണെന്നുള്ള സംശയമാണ് ഉടലെടുക്കുന്നത്. കേരളത്തിന്റെ ആദ്യ വനിതാ മുഖ്യമന്ത്രിയാകുവാൻ യോഗ്യതയുള്ള ആരാണ് UDFിൽ ഉള്ളത്? ആരുടെയെങ്കിലും മുഖം നിങ്ങളുടെ മനസ്സിൽ തെളിയുന്നുണ്ടോ എങ്കിൽ അത് ഉറപ്പായും പങ്കുവയ്ക്കുക. ഏതായാലും ഡൽഹിയിൽ നടന്ന വ്യക്തമായ ചർച്ചകൾക്ക് ശേഷമാണ് വനിതാ മുഖ്യമന്ത്രി വരുമെന്നുള്ള പ്രഖ്യാപനം ഉണ്ടായിരിക്കുന്നത്. സ്ഥാനാർത്ഥി പ്രഖ്യാപനം മുതൽ തന്നെ പാർട്ടിയിൽ കൂടുതൽ ഐക്യം കൊണ്ടുവരുവാൻ ഈ തീരുമാനത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്നതും വ്യക്തമാണ്. കോൺഗ്രസ് മുഖ്യമന്ത്രിയെ ഹൈക്കമാൻഡ് തീരുമാനിക്കുമെന്നുള്ള നേതാക്കളുടെ പ്രസ്താവനകളിലും ഒളിഞ്ഞിരുന്നത് ഈ തീരുമാനം തന്നെയാണ്. കേരളം തെരഞ്ഞെടുപ്പിനോട് അടുക്കുമ്പോൾ രാഹുൽ ഗാന്ധിയുടെ പ്രഖ്യാപനം വലിയ രാഷ്ട്രീയ ചലനം കേരളത്തിൽ ഉണ്ടാക്കും എന്നത് തീർച്ചയാണ്.